അപ്പൊ അത് പാടില്ല. അനി നബ ആണ്, ഹംസയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, സൂറത്തുൻ നബ നമ്മളപ്പോൾ മുസഫിലേക്ക് എഴുതിയ പേരാണ്. നബയിന്റെ അർത്ഥം തന്നെ വൃത്താന്തം, വാർത്ത എന്നൊക്കെയാ സൂറത്തുൻ നബയിന്റെ ആ പേര്, ആ വാക്കിന്റെ അർത്ഥം തന്നെ. സൂറത്തുൻ നബയിനി സൂറത്ത് തസാഉൽ വേറൊരു പേരാണ്. സൂറത്ത് തസാഉൽ, തസാഅലൂൻ, പരസ്പരം ചോദിക്കുക. ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ പേരിന് സൂറത്തിന്റെ പേര് എന്തോ ഒരു ബന്ധം കാണും. ഒരിക്കലും ആ സൂറത്തിൽ എന്തൊരു പരാമർശ വിഷയമായിരിക്കും. ആ സൂറത്തിലെ ഏതെങ്കിലും ആയത്ത് എന്നെ എന്ത് ചെയ്യാൻ പേരാക്കി വെക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി നിർദ്ദേശിച്ചതായിരിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറകളുടെ പേരെല്ലാം തൗഖീഫിയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹി കിട്ടി വെച്ചതാണ്. അപ്പൊ ഈ സൂറത്തിന് സൂറത്ത് തസാഉൽ എന്ന് പേരുണ്ട്. അതുപോലെ സൂറത്തുൻ നബ, നമ്മുടെ മുസഫിലേക്ക് പേര് സൂറത്തുൻ നബ എന്നുള്ളതാണ്. അതുപോലെ സൂറത്ത് അമ്മ സൂറത്ത് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിൽ കേൾക്കുന്നത് അമ്മ സൂറത്ത്, കാരണം അമ്മ കൊണ്ടാ തുടങ്ങുന്നത്. അമ്മയെ തസാലു. അതുപോലെ സൂറത്ത് അമ്മയെ തസാലു അങ്ങനെയും പേരുണ്ട്. ഒന്നായിട്ട് ആ ഒരായത്ത് മുഴുവൻ പേരായിട്ട് അമ്മയെ തസാലു സൂറത്തിനും പേരുണ്ട്. അമ്മയെ തസാലു എന്നും സൂറത്തിന് പേരുണ്ട്. സൂറത്ത് അമ്മ എന്ന് പേരുണ്ട്. സൂറത്തു നബ എന്ന് പേരുണ്ട്. സൂറത്ത് തസാവുൽ എന്ന് പേരുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സൂറയുടെ പേരുകളാണ്. അപ്പോ സൂറത്തു നബ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്ത് എന്നാൽ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തെ മക്കിയായ സൂറത്ത് പറയുമ്പോൾ തന്നെ അതിന്റെ സ്വഭാവം മിക്കവാറും തൗഹീദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണല്ലോ മക്കിയായ സൂറത്ത് പറഞ്ഞാൽ. ആ മക്കിയായ സൂറത്തുകളുടെ പൊതുവായ സ്വഭാവം കൂടുതൽ അതിലെ പരാമർശങ്ങൾ എന്ത് ചെയ്യുക, തൗഹീദെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നബി സല്ലല്ലാഹു കാര്യമായി അയച്ചു കൊടുത്ത മക്കയുള്ള ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള മുശ്രിക്കീങ്ങളാകുന്ന ബഹുദൈവവിശ്വാസികളെ ആളുകാരുടെ മുമ്പിൽ ബുദ്ധിപൂർവമായി തൗഹീദിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ട പ്രമാണങ്ങളാണ് അല്ലാഹു കൂടുതലും പറയുന്നത്. അദ്ദേഹം നിസ്കാരം നോമ്പ് തുടങ്ങി കർമ്മങ്ങളൊക്കെ പറയുന്നത്, വിശ്വാസം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നതെല്ലാം അത് മദനിയായ സൂറത്ത്, ഹിജറയ്ക്ക് ശേഷം അവരുടെ സൂറത്തിലാണ് കാണാൻ കഴിയുക. അപ്പൊ ഈ സൂറത്ത് മക്കിയാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഇതിലും കാര്യമായിട്ടുണ്ടാകുക അല്ലാഹു തആല തൗഹീദിനെ കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്, പുനർജന്മത്തെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറയുന്ന വിഷയങ്ങളായിരിക്കും ഈ സൂറത്തിലെയും പരാമർശ വിഷയം എന്നർത്ഥം. ഇതിന്റെ പ്രമേയം അങ്ങനെ ആയിരിക്കും. ആ മക്കിയായ സൂറത്താണ് സൂറത്തുൻ നബ. ഈ സൂറത്തിന് 41 ആയത്ത്. അതിന് മുസ്തഫ ഉണ്ടോ? ഇല്ല, 41 ആയത്ത്. ഇത് 40 ആയത്ത്. 40 ആയത്താണെന്ന് 41 ആയത്ത് രണ്ടഭിപ്രായമുണ്ട്. അത് ഇമാമിങ് എടുക്കാൻ വന്ന ഖിലാഫാണ്. സൂറത്തിന് എണ്ണത്തിന്റെ വിഷയത്തിൽ വന്ന ഖിലാഫാണ്. പല വ്യത്യസ്ത തഫ്സീറുകൾ എന്ത് ചെയ്യുക, തഫ്സീർ ലോകത്ത് തന്നെ മഹാന്മാർ എന്ത് ചെയ്യുക, രണ്ട് രീതിയും പറഞ്ഞ 41 ആയത്താന്ന് പറഞ്ഞവരുണ്ട്, 40 ആയത്താണെന്ന് പറഞ്ഞവരും. അപ്പൊ നമുക്ക് ബഹർ മുഹീത്തിലൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തില് 41 ആയത്താണ് എന്ത് ചെയ്യുക അമ്മ, അല്ലെങ്കിൽ 40 ആയെന്ന് പറഞ്ഞ ആൻസർ ശരിയാണ്.
40 അല്ലെങ്കിൽ 41 ആയത്താണ് ഈ സൂറത്തിനുള്ളത്. ഈ സൂറത്ത് 173 കലിമത്തുകളുണ്ട്. ഫാത്തിഹയിൽ എത്ര കലിമത്തുണ്ടെന്നാണ് പറഞ്ഞ? ഫാത്തിഹയിൽ എത്ര കലിമത്തുകളായിരുന്നു? 27. 27. മുൻഷീറൊക്കെ മറുപടി ആൻസർ എഴുതി മാർക്ക് മേടിച്ചോണ്ട് ഓർമ്മയുണ്ട്. 27 കലിമത്താണ് ഫാത്തിഹയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ സൂറയിൽ വന്ന മൊത്തം കലിമത്തുകൾ വേർഡ്സ് 173. 173 173. കുറിക്കുന്നവർ കുറിക്കാം. അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ എപ്പോട്ട് നോക്കണ്ട. 173 173 വേർഡ്സ് ഉണ്ട് ഈ സൂറ. കലിമാത്തുകൾ. അവരെ 173 ഹർഫ. അതെ 123 അല്ലേ ഉസ്താദ്? 173 173. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം. 173 173 വേർഡ്സ് ഉണ്ട് ഈ സൂറയിൽ. അതുപോലെ ഈ സൂറയിൽ 970 970 അക്ഷരങ്ങളുണ്ട്. 970 അക്ഷരങ്ങൾ ഈ സൂറയിലുണ്ട്. അപ്പോ സൂറയിൽ 40 അല്ലെങ്കിൽ 41 ആയത്ത്, 970 പിന്നെ 173 വേർഡ്സ്, 970 അക്ഷരങ്ങൾ അല്ലേ? പിന്നെ ഈ സൂറയെ കുറിച്ച് പറയും മഹാന്മാരെ ഇമാമിങ്ങൾ പറഞ്ഞു, ഈ സൂറ ഇപ്പൊ തുടങ്ങുന്നത് അമ്മയത്തെ സാരു എന്ന ആ സൂറത്ത്, ആ ആയത്തോടെ തുടങ്ങുന്നത്. അപ്പൊ ഈ സൂറക്ക് നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആൻ രണ്ടാമതാണ് സൂറത്തിന് വിശുദ്ധ ഖുർആൻ രണ്ട് ഓർഡർ ഉണ്ട്. ഒന്ന് തർത്തീബു തിലാവയും തർത്തീബു നുസൂലും. ഖുർആൻ ഇറങ്ങിയ ഒരു ഓർഡറും ഖുർആൻ വെച്ചിരിക്കുന്ന ഓർഡറും. ആ ഖുർആൻ വെച്ചിരിക്കുന്ന ഓർഡർ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ ഒരു ബന്ധം കാണുന്ന. അപ്പോ ശരിക്കും നമ്മളിപ്പോ അമ്മ സൂറത്ത് നമുക്കറിയാം. അമ്മ സൂറത്ത് തൊട്ട് മേലെയുള്ള സൂറത്തുൽ മുർസലാത്താണ്. അൽ മുർസലാത്ത് സൂറത്താണ്. അപ്പൊ അൽ മുർസലാത്ത് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് സൂറത്തുൽ മുർസലാത്തിന്റെ അവസാനത്തെ ആയത്ത് വരുന്നത് എങ്ങനെയാണ്? കളവാക്കുന്നവർക്കാണ് ശിക്ഷയിൽ വൈലെന്ന ശിക്ഷ. പിന്നെ ഇതിനു ശേഷം ഏതൊരു വർത്തമാനം കൊണ്ട് അവർ വിശ്വസിക്കുക? അപ്പൊ ഏതൊരു വർത്താനം കൊണ്ട് ഏതൊരു വർത്താനം കൊണ്ട് ഈ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കളവാക്കുന്ന ആർക്കാർക്ക് ആണ് ശിക്ഷ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇതിനു ശേഷം പിന്നെ ഏതൊരു വർത്താനം കൊണ്ടാ അവർ വിശ്വസിക്കുക? ആയത്ത് ഓതുമ്പോ ആമന്നാ ബില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു ഞങ്ങള് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ വിശ്വസിച്ച് പറയുന്ന സുന്നത്താണെന്ന്. മുർസലാത്ത് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഓതുമ്പോ പിന്നെ ഏതൊരു വർത്തമാനം കൊണ്ട് അവർ വിശ്വസിക്കുക എന്ന ചോദ്യത്തിന് മുഅ്മിനീങ്ങളായ ആൾക്കാർ, ഖുർആൻ ഓതുന്നവരും ഖുർആൻ കേൾക്കുന്നവരും അങ്ങനെ ആമന്നാ ബില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സുന്നത്താണെന്ന്. അപ്പൊ ആയത്തിന് തൊട്ട് ശേഷമാണ് നമ്മുടെ അടുത്ത ഈ സൂറത്തുൽ നബ വരുന്നത്. അപ്പൊ ഇവിടെ മഹാന്മാര് പറഞ്ഞു, അപ്പോ ഈ അമ്മയത്തസാരൂൻ സൂറത്തിന്റെ ഫസ്റ്റ് ആയത്തും കഴിഞ്ഞ ആയത്തുമുള്ള ബന്ധം ഇതാണ്. കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ചോദിക്കുന്ന ഈ ചോദ്യമാണ് എന്ത്? അതിനുശേഷം ഈ വിശുദ്ധ ഖുർആൻ അതിനുശേഷം പിന്നെ എന്തൊരു വർത്തമാനം കൊണ്ട് അവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചോദിക്കുകയാണ്, എന്തെന്നിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിക്കുന്നത്, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവര് പരസ്പരം അവരിങ്ങനെ ചോദിക്കുകയാണ്. മക്കയിലെ അവിശ്വാസികളായ ആൾക്കാർ അവര് പരസ്പരം എന്തൊന്നിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ വെച്ചാൽ അന്മാന. നമ്മള് അറബിയിലെ അൻ പിന്നെ മാ അത് കൂടി ചേർന്ന അമ്മ.
എന്തൊന്നിനെ കുറിച്ചാണ് യതസാലൂൻ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അപ്പൊ ഖുർആനെ സംബന്ധിച്ച് അവർ തർക്കത്തിലാണ്. അതുപോലെ തന്നെ ആ ഖുർആന്റെ മുഖ്യ പ്രമേയമാകുന്ന നാളെ ആഖിർ ലോകമുണ്ട്, ആഖിറത്തിന് കാരണമാകുന്ന ഖിയാമത്ത് നാളാകുന്ന ഈ ലോകത്തിന് അവസാനം വരാനുണ്ട്. അപ്പൊ ആ വിഷയത്തിലൊക്കെ അവർക്ക് സംശയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ അവർ പരസ്പരം സംശയ രൂപത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂറത്തിന്റെ അവസാനം ഈ വിശുദ്ധ ഖുർആന് ശേഷം പിന്നെ എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ചോദിച്ച ശേഷം പിന്നെ അല്ലാഹു തആല തൊട്ടുടനെ കൊണ്ടുവരികയാണ് എന്തൊന്നിനെ കുറിച്ച് അവർ പരസ്പരം ചോദിക്കുന്നത്. അപ്പോ ആ കഴിഞ്ഞ മുർസലാ സൂറത്തിലെ തൊട്ട് പിന്നാലെ അമ്മ വരാനുള്ള ആ ഒരു വജുഹുൽ മുനാസബ, ആ ഒരു ബന്ധം പറയുകയാണ്. അപ്പം ഈ സൂറത്ത് തുടങ്ങുന്നതിന് എന്തൊന്നിനെ കുറിച്ച് കൊണ്ട് ആ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലാഹു തആല ചോദിക്കുകയാണ്. ആ മഹത്തായ വർത്തമാനത്തെ കുറിച്ച്, ആ മഹത്തായ വൃത്താന്തത്തെ കുറിച്ച് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇങ്ങനെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ച നാളെ വിശദമായിട്ട് നടത്താം. അപ്പം അവിടെ ഖുർആനെ കുറിച്ചാണ് ആ ചോദ്യം, അത് ഖുർആനെ കുറിച്ചാണോ അല്ല, ഖുർആനെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയമാകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച്, ലോകാവസാനത്തെ കുറിച്ച്, അതാണ് അവർക്ക് സന്ദേഹമുള്ളത്. അല്ലെ അവരെ എപ്പോഴും നിരാകരിക്കുന്ന മെയിൻ കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളോട് ഏറ്റവും അവർക്ക് എന്താണ് അവിശ്വസനീയമായി തോന്നുന്നത്, ഈ ലോകം അവസാനിക്കും, ഇനി വേറെ ലോകം വരാനുണ്ട്, അവിടെയാണ് പ്രതിഫലം, അവിടെയാണ് ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പൊ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്. അങ്ങനെ അത് ഉണ്ടാക്കേണ്ട സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശക്തിയും അവന്റെ പ്രമാണങ്ങളും അവന്റെ കഴിവിനെയും വിളിച്ചു പോകുന്ന കുറെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തായി എടുത്തിങ്ങനെ പറയുകയാണ് ഈ സൂറയുടെ തുടക്കത്തിൽ. ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച ചെയ്യാം. ഇന്നിപ്പോ കാര്യമായിട്ട് സംശയ നിവാരണമാണെന്ന് ബാക്കി നാളെ ഓതാം. ഓക്കെ ക്ലാസ് കാണാൻ കേട്ടോ. രണ്ടാമത്തെ ആയത്തിന്റെ മീനിങ് ഒന്നുകൂടി പറയൂ ഉസ്താദേ. ഇതിന്റെ രണ്ടാമത്തെ ആയത്തിന്റെ അനിന്നബൈൽ അലീം. അത് നാളെ പറഞ്ഞ നേരെ വാക്കർത്ത മഹത്തായ വൃത്താന്തത്തെ കുറിച്ച്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله.